ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ രാത്രി നൈറ്റ് ഡിന്നർ ഒന്ന് നോക്കാവേ. ശങ്കരന് ഇന്ന് രാത്രി ഇപ്പൊ പോവാനുള്ളതാണ്. അപ്പൊ അവന് ദോശ മതി എന്ന് പറഞ്ഞേ. അപ്പൊ ദോശയും ഒരു സവാളയും തക്കാളിയും കൂടെയുള്ള ചട്നി അത് അവന് വലിയ ഇഷ്ടമാണ്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അതാണ് അവന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ എത്തിയിട്ടേ ഇല്ലേ. വേഗം ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ചിട്ട് 9 മണിക്കുള്ളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയും വേണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് നോക്കാവേ. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കിച്ചൺ ആകെ അലങ്കോലമായിട്ടിരിക്കണേന് കേട്ടോ. കാരണം വൈകിട്ട് ഞാൻ കുറേ തിരക്കിലായിരുന്നു, അമ്പലത്തിൽ പോകണമായിരുന്നു, പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു 7 to 8. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് നൈറ്റ് ഡിന്നർ ഉണ്ടാക്കുവാണേ. അപ്പോൾ നമ്മളാദ്യം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ 2 തക്കാളിയും 2 സവാള, കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ചൊരു കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2 പച്ചമുളകും. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ തക്കാളി ചട്നി ഉണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ദോശ കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരന് സ്ഥിരമായിട്ടുള്ള ഒരു പരാതിയാണ്, അമ്മ വണ്ണം കുറക്കാൻ ഡയറ്റിങ് എടുക്കാൻ പറയുകയും ചെയ്യും, എന്നാൽ വീട്ടിൽ വന്നാൽ അവന് ഇഷ്ടമുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് പോകുമ്പോഴേക്കും അവന് വെയിറ്റ് 3-4 കിലോ വെയിറ്റ് കൂടുന്ന ഒരു 4-5 ദിവസം നിന്നാലേ വളരെയധികം വെയിറ്റ് കൂടിയാണ് അവൻ എപ്പോഴും ഇവിടെ നിന്ന് പോകാറുള്ളത്. അപ്പോൾ അത് അവൻ്റെ ഒരു സ്ഥിരം പരാതിയാണ്. എന്നാലും ഞാൻ അങ്ങനെ തന്നെയാണ്, അവന് ഇഷ്ടമുള്ള ഫുഡ് മാത്രമേ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളൂ ഇവർ കുട്ടികൾ 2 പേരും വരുമ്പോൾ. അപ്പോൾ ഞാൻ ദോശയും തക്കാളി ചട്നി പിന്നെ ഒരു ചായയും ആക്കുന്നുണ്ട്. ഞങ്ങളിതെല്ലാം 9 മണിക്കുള്ളിൽ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തേ. അങ്ങോട്ട് പോകുമ്പോഴേക്കും ശങ്കരനാണ് ഡ്രൈവ് ചെയ്തത്. തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമായി. പക്ഷെ ഞങ്ങളവിടെ വളരെ ബിഫോറായിട്ട് എത്തി കേട്ടോ. ഏകദേശം 9:45 എത്തി. ബസ്സാണെങ്കിൽ അവനുള്ള ബാംഗ്ലൂർ ബസ്സാണെങ്കിൽ വളരെ ഡിലേയും ആയിരുന്നു. അങ്ങനെ 1 ഹവറോളം ഞങ്ങളവിടെ വെളിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ നിന്നു. അങ്ങനെ അവനെ വണ്ടി കയറ്റി വീണ്ടും തിരിച്ചു പോന്നു. അപ്പോൾ ഓക്കെ.